ഹലോ ഗൈസ്, നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ് പറഞ്ഞു കൊടുത്താൽ? ഇന്നത്തെ പരിപാടി എന്താ പറഞ്ഞേ ഗൈസ്? നമ്മൾ ഇന്ന് ചെറുതേൻ എടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഇത് ചെറുതേനീച്ചയുടെ പെട്ടി കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല, കിച്ചനെ കണ്ടോ? നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ കുറേ പെട്ടിയുണ്ട്. ഇതുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതൊക്കെ നമ്മുടെ ചെറുതേനീച്ച പെട്ടിയാണ്. അപ്പം നമ്മൾ ഇന്ന് അതിലെ ഈ പെട്ടിയിലെ തേനെടുക്കാൻ പോവാ. ഇവിടെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കുപ്പിയുടെ അല്ല, ആ തേനീച്ചപ്പെട്ടിയുടെ എൻട്രൻസ് ഇല്ലേ, അവിടെ ഒരു കാലിക്കുപ്പി വെച്ച് കൊടുത്തിട്ട് പെട്ടി കൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഈ വാതിൽ നമ്മൾ ആദ്യം കണ്ടല്ലോ, അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയുള്ള നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഈച്ചയെല്ലാം നേരെ കുപ്പിക്കകത്ത് ഒരു കയറും. അങ്ങനെ കുറേ ഈച്ച കയറി കഴിയുമ്പോൾ നമ്മളിത് കുപ്പി ടൈറ്റ് ആവാതെ അടച്ചിട്ട് തണലിൽ തോക്കും. നമ്മൾ തേനെടുത്തിട്ട് പിന്നെ ഈച്ചനെ റിലീസ് ചെയ്യും. കണ്ടോ? പെട്ടിക്കകത്തല്ല, കുപ്പിക്കകത്ത് നിറച്ച് തേനീച്ച കയറിയിരിക്കുന്നത്. നമ്മൾ കുപ്പിക്കകത്ത് പിടിച്ചതെല്ലാം നമ്മളിപ്പം കടിച്ച് നമ്മളിപ്പോൾ ഓടിക്കണ്ടേ അവിടെ നിന്ന്. പെട്ടി തുറക്കണമെങ്കിലേ കുറച്ച് പണിയാണ്. ഇതിൻ്റെ മെഴുക്കൊക്കെ ആക്കിയിട്ട് ഭയങ്കര ഉറപ്പായിരിക്കും. നിങ്ങൾ ശരിക്കും ഒരു വാക്കത്തി എടുക്കാൻ മറന്നു പോയതാ. വർക്ക് വളഞ്ഞു പോകുന്ന അറിയത്തില്ല. നോക്കാം, കിട്ടുന്നുണ്ടോ അമ്മേ? പ്ലീസ്, കാണാൻ പറ്റുന്നുണ്ട് ഈ മോളിൽ? ഇതൊക്കെ തേനാട്ടോ, ഇതൊക്കെ തേന്. ഇത് തേനീച്ചയുടെ മുട്ട, ഇതൊക്കെ മുട്ടയാണ്. ആ ബ്രൗൺ കളറിലുള്ളത്. ഈ മഞ്ഞ കളറിൽ ചെറിയ ഇത് കാണുന്നില്ലേ, അതാണ് പൂമ്പൊടി. ഈ ചട്ടിക്കകത്തൊക്കെ ആണെങ്കിൽ പൂണ്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി തേനീച്ചയും കുറേ ചത്ത് പൂമ്പൊടി മിക്സായി ഭയങ്കര അലമ്പായി പോകും. അപ്പം നമ്മൾ മാക്സിമം ചെറുതേനീച്ചനാക്കി ഇതുപോലത്തെ റെക്ടാങ്കിൾ ടൈപ്പുള്ള ബോക്സിലൊക്കെ ഇട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് നോക്കാനും തേനെടുക്കാനും എല്ലാം എളുപ്പമുണ്ട്. ഇപ്പോൾ അരിപ്പ് വെച്ചേക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറേ തേനീച്ചകൾ ഈ തേനിലോട്ട് വീഴുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. അതും മെഴുകൊന്നും നേരെ തേനിലോട്ട് വീഴും. താഴെ പാത്രം വെച്ചിട്ടുണ്ട്, അതിലോട്ട് വീഴരുത്. അതുമാത്രമല്ല, ഈ തേനെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ തേൻ അപ്പാടെ വെയിലത്തുകൊണ്ട് വെക്കും. അപ്പം ഈ മെഴുകിനകത്തുനിന്ന് തേൻ ഉരുകി തേൻ താഴോട്ട് പോകും, മെഴുകി അവിടെ നിർത്തും. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് തേനെടുക്കാൻ പറ്റും. ഇത് നമ്മുടെ പഴയ വീടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ചുറ്റും കുറേ തേനീച്ച വെച്ചിട്ടുണ്ട്. വൻതേനീച്ച ഉണ്ട്, അവിടെ ചെറുതേനീച്ചയുണ്ട്, പറമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറേ. അപ്പോൾ സ്പൂണിൻ്റെയും കത്തിയുടെയും ഫോർക്കിൻ്റെയൊക്കെ ഉപയോഗം നമുക്ക് മനസ്സിലായി കാണും. ഈ പിടിക്കാനായിട്ട് തേൻ കാണിച്ചിട്ടാവേ. ഇപ്പോഴത്തെ തേൻ വലിയ നിറമൊന്നുമില്ല, ലൈറ്റ് കളറാണ്. പഴയ പോലെ അടച്ചു വെക്കും കേട്ടോ അടപ്പ്. സെയിം പൊസിഷൻ വെക്കും. അടുത്ത കൊല്ലം ഇതേ സമയത്ത് നമ്മൾ വീണ്ടും തേനെടുക്കും. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നമ്മൾ ചെറുതേൻ എടുക്കുകയുള്ളൂ. ഇവിടെയായിരുന്നു നമ്മുടെ പെട്ടിയിരുന്നത്. അപ്പം ഈച്ചകളെല്ലാം, പുറത്തെ ഈച്ചകളും എല്ലാം കൂട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കൂട് നമ്മളിപ്പോൾ തിരിച്ചുകൊണ്ട് വെക്കും. ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് നമ്മൾ കുപ്പിക്കകത്ത് പിടിച്ച് വെച്ച് തേനീച്ച തുറന്നു തരും കേട്ടോ. ഇതിങ്ങനെ തുറന്നു വെച്ചാൽ നമ്മൾ ഒറ്റ ഓട്ടം ഒഴിക്കണം, അല്ലെങ്കിൽ ഇത് ഈ കുപ്പിക്കകത്ത് ഇറങ്ങുന്ന ഈച്ചെല്ലാം നമ്മളെ പിടിച്ച് കടിക്കും.